പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇതൊരു MIയുടെ 32 ഇഞ്ച് ടി വിയാണ്. ഇത് പിക്ചർ ബ്ലാങ്ക് ആണ്. ഇത് സ്ക്രീനിൽ ചെറുതായിട്ട് ബാക്ക് ലൈറ്റ് ഉണ്ട്, പക്ഷേ പിക്ചറില്ല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ടീകോൺ ബോർഡിൽ 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ടീകോൺ ബോർഡിൽ 12 വോൾട്ട് വരുന്നുണ്ട്. ബാക്ക് ലൈറ്റ് ഓക്കെയാണ്. ടീകോൺ ബോർഡിൽ 12 വോൾട്ട് വരുന്നുണ്ട്. VGL വോൾട്ടേജ് ഇല്ല. VGL ഇവിടെ വരുന്നുണ്ട്. ബോർഡിൽ പാനലിലേക്ക് പോരുന്ന VGL ഇല്ല. VGH ഇല്ല. AVDD ഇല്ല. പാനലിൽ ഉണ്ടായിരിക്കേണ്ട ടീകോൺ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ട മറ്റ് വോൾട്ടേജുകളൊന്നുമില്ല. VGL മാത്രം അതിനകത്ത് ജനറേറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് പാനലിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തായിരിക്കും കംപ്ലൈൻ്റ് എന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ഏതെങ്കിലും കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. പാനലിലേക്ക് വരുന്ന VGH വോൾട്ടേജ് ഷോർട്ടാണ് കാണിക്കുന്നത്. മുപ്പത് ഓംസ് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് ഷോർട്ട് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ കപ്പാസിറ്ററായിട്ട് വീഡിയോസ് നോക്കാം. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത കപ്പാസിറ്റർ തന്നെ, നമ്മൾ വിഡിച്ച് നോക്കിയ കപ്പാസിറ്റർ തന്നെയാണ് ഷോർട്ട്. അപ്പോൾ ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. VGH ഉണ്ട്. AVDD, VGH, VGL, AVDD അങ്ങനെയുള്ള പാനലിൻ്റെ എല്ലാ വോൾട്ടേജുകളും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും പിക്ചർ വന്നിട്ടുണ്ടാവും. നോക്കാം. ഇത് MIയുടെ ഒരു 32 ഇഞ്ച് ടി വിയാണ്. പിക്ചർ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കപ്പാസിറ്റർ സെറാമിക് കപ്പാസിറ്റർ SMD കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു. അപ്പോൾ ആ കപ്പാസിറ്ററിന് പകരം വേറൊരു കപ്പാസിറ്റർ ഇടാം. അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും സെറ്റ് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് വേറൊരു കപ്പാസിറ്റർ വേറൊരു ടീകോൺ ബോർഡിൽ നിന്ന് അതിനകത്തേക്ക് പറിച്ചിടാം. അപ്പോൾ ഒരു മിനിറ്റ്.
ഇപ്പോൾ ഒരു പഴയ ബോർഡ് തപ്പിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കപ്പാസിറ്റർ, ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ കുറച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. ഇത് വളരെ ചെറിയ കപ്പാസിറ്റർ ആയതുകൊണ്ട് ഇത് ബോർഡിലേക്ക് പിടിപ്പിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തിരി ശ്രമകരമായൊരു പണിയാണിത്. കപ്പാസിറ്റർ ഇട്ടില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് ഇട്ട് നോക്കാം. IC ചിപ്പുകളുടെയൊക്കെ വലിപ്പം കുറച്ചതുപോലെ ഈ മറ്റുള്ള കമ്പോണൻറ്റുകളുടെ എല്ലാം വലിപ്പം ഒരു 20% വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഡിസ്ക് കപ്പാസിറ്ററിനൊക്കെ അപേക്ഷിച്ച് പണ്ട് കാലത്തെ ബോർഡുകളിൽ ഉപയോഗിച്ചിരുന്ന ഡിസ്ക് കപ്പാസിറ്റർ, അതിനൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ വലിപ്പം ഒരു 20% വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത് പിടിപ്പിക്കാൻ. ചെറിയ ലെൻസ് ഉപയോഗിച്ച് നോക്കിയിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ നല്ല കൃത്യമായിട്ട് പിടിപ്പിക്കാൻ പറ്റും. കപ്പാസിറ്റർ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ കപ്പാസിറ്റർ പിടിപ്പിച്ചു. ഇനി വോൾട്ടേജ് നോക്കാം. അവിടെ വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചർ ഓക്കെയാണ്, സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. സെറ്റ് ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം.